അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എനിക്ക് വേണ്ടി ദുആ ഇറക്കണം. എന്താ ദുആ ചെയ്യേണ്ടത്? എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വീകരിക്കാൻ നീ ചെയ്യേണ്ട പണി എന്തെന്നറിയോ? അതിബ് മത്അമക. കേട്ടോ, എല്ലാരും കേട്ടെ. ഇവിടത്തെ ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഉമ്മത്ത് മുഹമ്മദിന്റെ മുഴുവൻ പ്രശ്നത്തിന്റെയും ഒരു നേർക്കാഴ്ചയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നീ നിന്റെ ഭക്ഷണം ഹലാലാക്ക് എന്ന തക്കുൻ മുസ്തജാബ് ദഅവ, നിന്റെ ഉത്തരം അല്ലാഹു സ്വീകരിക്കും. ഇത് കർണാടകയല്ലേ? അപ്പൊ ഇവിടെ ലോട്ടറി ഉണ്ടാവില്ല. കേരള കേരളത്തിന്റെ ബോർഡർ അല്ലേ? അപ്പൊ ലോട്ടറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ആളുകൾ പറയുന്നത് ലോട്ടറി കൂടുതലാണ്. ആരാ എടുക്കുന്നത്? നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ എടുക്കുന്നത്. ഇവിടെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ ഉണ്ടാവൂല എന്ന് ഞാൻ വിശ്വസിക്കാണ്. കാരണം കർണാടകയാണ്, കേരളത്തിന്റെ ബോർഡറാണ്. എങ്കിലും അവിടെ എവിടെയെങ്കിലൊക്കെ ചിലപ്പോ ഉണ്ടായെന്ന് വരാം. അങ്ങനെ എടുക്കുന്നവരുണ്ടാകാം. രാവിലെ എടുത്തു, അൽഹംദുലില്ലാഹ്, വൈകുന്നേരം അടിച്ചു. എന്തൊരു ബറക്കത്തായിരുന്നു. ഓരോരുത്തർ ടിക്കറ്റ് എടുത്തിട്ട് യാസീന്റെ ഇടയിൽ കയറ്റി വയ്ക്കുക, സ്വീകരിക്കുക, പെട്ടെന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. സൂറത്ത് യാസീന്റെ ഇടയിൽ കയറ്റി വയ്ക്കുക. എടുത്ത ലോട്ടറി അടിക്കാൻ വേണ്ടി കിട്ടും. നമ്മൾ എവിടെയൊക്കെ നേർച്ചയാക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഒരൊറ്റ കാര്യം. ലോട്ടറിയുടെ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഒരൊറ്റ കാര്യം പറയാം. ഈ കണ്ട മുഴുവൻ ജനങ്ങളോടും ചെന്ന് പൊരുത്തം ചോദിച്ചിട്ടല്ലാതെ അതിൽ നിന്ന് ഒരീത്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവിൽ നിന്റെ വയറ്റിൽ ഭക്ഷണം പോയാൽ ആ ഭക്ഷണത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ബ്ലഡ് സർക്കുലേഷൻ നിന്റെ സിരകളിൽ ഓടുന്ന കാലത്തോളം നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. നീ പോയി ബ്ലഡ് മാറ്റി ഡയാലിസിസ് ചെയ്യ്. അള്ളാഹുവിന് ഇഷ്ടം കൂടുന്നവർക്ക് ഡയാലിസിസ് ചെയ്യാൻ അവസരം കൊടുക്കും. എന്താ കാര്യം എന്നറിയോ? ബ്ലഡ് മാറ്റി വേറെ ബ്ലഡ് കയറ്റിയ. കാരണം ഈ കിടക്കുന്ന ബ്ലഡിൽ ലോട്ടറി കയറിയിട്ടുണ്ട്. വേണോ? അതുകൊണ്ട് ലോട്ടറി എടുപ്പ് അവസാനിപ്പിക്കണം. നാളെയാണ്. ഇതാണ് ഈ ലോട്ടറിയുടെ മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാലും നാളെയാണ് എന്ന് പറഞ്ഞാ അടിക്കൂല നിനക്ക് ഈ അടുത്തൊന്നും. നീ ഏത് മക്കാമിൽ കൊണ്ട് ആ ലോട്ടറി ടിക്കറ്റ്, ഒരു ദിവസം അടുത്ത് നിന്ന് ഒരാൾ സുജൂദ് ചെയ്തപ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് ലോട്ടറി താഴെ മുസല്ലയിൽ വീഴാണ്. പിന്നെ എണീറ്റ് വന്നപ്പോഴാണ് ഇയാൾക്ക് അതെടുത്ത് മറയ്ക്കാൻ പെടുന്ന ഒരു പ്രയാസം. നമ്മുടെ സമുദായത്തിൽ അങ്ങനെ പാടില്ല. ഭർത്താക്കന്മാര് ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ ഭാര്യമാര് പറയണം, നിങ്ങൾ തിന്നോളി, ഞങ്ങൾക്ക് തരരുത്. എന്നാലും പ്രശ്നമാണ്. ഇയാള് തിന്ന രക്തത്തിലൂടെയാണ് രേതസ്കണ ഉണ്ടാവുക, ബീജത്തുള്ളി. ആ ബീജത്തുള്ളി നമ്മുടെ ഗർഭാശയത്തിൽ പോയി നമ്മൾ പ്രസവിക്കുന്നത് മുഴുവനും ഈ ലോട്ടറിയിൽ നിന്നുണ്ടായ നിസ്സാര കാര്യമല്ല. ഞാൻ അടിവരയിട്ട് പറയാം, നിസ്കാരം നിങ്ങൾക്കില്ലേ? നമ്മുടെ റബ്ബ, നമ്മുടെ പടച്ചോന ബെന്യാമിൻ നെതന്യാഹുവിനെ പോലെയോ ജോ ബൈഡനെ പോലെയോ ഫാസിസ്റ്റുകളെ പോലെയോ നാസിസ്റ്റുകളെ പോലെയോ സൈനിസ്റ്റുകളെ പോലെയോ ഭീകരനല്ല അല്ലാഹ്. നിസ്കാരമില്ലെങ്കിൽ ചിലപ്പോ അല്ലാഹ് പുറത്തു തന്നേക്കാം. നോമ്പ് പിടിച്ചില്ല, നമ്മുടെ റബ്ബാണ്, എന്റെ റബ്ബാണ്. എന്നെ ഞാനാക്കി എന്റെ പടച്ചവൻ, എന്നോട് കരുണ കാണിക്കുന്ന എന്റെ അല്ലാഹ് പൊറുക്കാം. ഹജ്ജിന് പോയില്ല, അല്ലാഹ് പൊറുത്തേക്കാം. കള്ള് കുടിച്ചുപോയി, ഒരു തെറ്റ് ചെയ്തു പോയി, അല്ലാഹു പുറത്തേക്കാം. ചിലപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ലോട്ടറി അങ്ങനെയല്ല. ഞാനും എടുക്കും, താജുദ്ദീൻ സാഹിബ് നെല്ലിക്കട്ട അദ്ദേഹം എടുക്കും, ഉസ്താദും എടുക്കും, എല്ലാവരും എടുക്കും, ഓരോരുത്തരും എടുക്കും. അടിക്കുന്നത് എനിക്ക് മാത്രം. ആരുടെയൊക്കെ കണ്ണുനീരാണ് എന്റെ മക്കളുടെ പള്ളയിൽ പോയത്. ഇതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ മുഹയ്യിസുദ്ദീൻ അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ ഇടുക്കി ജില്ലയിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നു. ശാന്തൻപാറ എന്ന് പറയുന്ന പേര് പോലെ ശാന്തമായ ജീവിതം നയിക്കുന്ന ഒരു പ്രദേശം, കാട്ടാനകളാൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു മലപ്രദേശം. ആ മലമ്പ്രദേശത്തെ പള്ളി ഉദ്ഘാടനത്തിന് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. ആ ഉദ്ഘാടനം കഴിഞ്ഞു പോയി. പ്രസംഗം ഈ വിനീതനാണ്, ദുആ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദാണ്. ശ്രദ്ധിക്കണേ, ലോട്ടറി എടുക്കുന്നവർക്ക് ഇതിനപ്പുറം ഇനി ഒരു തെളിവ് തരേണ്ട കാര്യമില്ല.
ഞാൻ പ്രസംഗിച്ചു, ഉസ്താദ് സദസ്സിൽ വന്നു, ഞാൻ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ചു. ഈ പീഠവും കസേരയും ഒക്കെ എടുത്ത് പുറത്തിട്ടു. കാരണം ഉസ്താദിന് ഒരു രീതിയുണ്ട്, നിലത്തിരുന്നിട്ടേ ഉസ്താദ് എന്നും ചെയ്യുള്ളൂ. മുസല്ല വിരിച്ചു, എല്ലാവരും വന്നിരുന്നു. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നതിൽ ഒരു സംഘാടകൻ ഒരു കുപ്പി വെള്ളം അവിടെ നിന്ന് എടുത്തു. ഇതുപോലെ കുപ്പി വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് വയറുവേദനയാണ്, ഒന്ന് ഊതിത്തരണമെന്ന് പറഞ്ഞു. ഉസ്താദിന്റെ സ്വതസിദ്ധമായ ശൈലി ഉസ്താദ് തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ഇത്രയും ആളുകളോട് എന്നിട്ട് പൊരുത്തം ചോദിച്ചിട്ട് വാ, ഈ വെള്ളം അവർക്കൂടെ അവകാശപ്പെട്ടതാണ്. ലോകത്തെ ഏത് പണ്ഡിതന് ഇതിനു മുമ്പ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്? പറ. ഞാൻ പഠിച്ചിട്ടില്ല, ഇതെന്നാരും പഠിപ്പിച്ചിട്ടുമില്ല. ഇത് അത്തിപ്പറ്റ ഉസ്താദിനല്ലാതെ ലോകത്ത് വേറെ ആർക്കാണ് ഈ ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയത്? അങ്ങനെ ആർക്കും മനസ്സിലൊരു ചിന്ത പോയിട്ടുണ്ട്? കുപ്പി വെള്ളം എടുത്തിട്ട് ഉസ്താദ് പറയുന്നു, ഈ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങളോടും ചെന്നിട്ട് പൊരുത്തം ചോദിക്കും, ഞാൻ ആ വെള്ളം എടുത്തോട്ടെ എന്ന് ചോദിക്കുക, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എന്നാ ഞാൻ അതിനകത്ത് ഊതിത്തരാം, ഇല്ലെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വാ, അതിൽ ഊതിത്തരാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോട്ടറി എടുക്കുന്നവർ അവസാനിപ്പിക്കണമുണ്ടെങ്കിൽ കേരളത്തിന്റെ ഈ വൃത്തികെട്ട സംസ്കാരം കർണാടകത്തിലേക്ക് കടന്നു വന്ന് അത് നമ്മൾ നെഞ്ചിലേറ്റാൻ, നമ്മളത് സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ എത്ര വലിയ മഹാന്മാരുടെ അനുസ്മരണം നടത്തിയിട്ടും കാര്യമില്ല, എത്ര വലിയ മഖാമുകളുടെ ഉറൂസിന് കൊടിയേറ്റിട്ട് പോയാലും കാര്യമില്ല, എത്ര മജ്‌ലിസുൻ നൂർ നടത്തിയാലും വേസ്റ്റ്, എത്ര ദിക്ർ ഹൽക്കയിൽ പങ്കെടുത്താലും നഷ്ടം, അതിൽ ഒരു സംശയവും വേണ്ട. ലോട്ടറി എടുക്കുന്നവർ നാളത്തെ സുപ്രഭാതം കിഴക്കൻ ചക്രവാളത്തിൽ അരുണന്റെ കിരണങ്ങൾ പൊട്ടിപ്പുറപ്പെടും മുമ്പ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറപടച്ചവനെ സംഭവിച്ചു പോയി, ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്ക്, ഇല്ലെങ്കിൽ ഒരു ദുആയും സ്വീകരിക്കൂല, ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ലഹരി, ഇതുപോലുള്ള സാധനങ്ങൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കഞ്ചാവ്, ഇതൊക്കെ നമ്മുടെ പള്ളയിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കൂല. അത് ഞാൻ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മിതത്വം പാലിക്കാൻ ഇസ്ലാം ആരാധനകളിൽ പോലും പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തേതാണ് ദുആ. നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇസ്ലാം എത്ര സരളമാണ്, എത്ര സിമ്പിളാണ് ഇസ്ലാം. ചില ആളുകൾ പറയും മുസ്ലിമായി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, മുസ്ലിമായി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, വലിയ ദുരിതമാണ് എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയോ, മക്കയിൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യരുണ്ടായിരുന്നു, മുടിയൊക്കെ നരച്ച് പുരികം പോലും പുറത്തേക്ക് ചാടി, പുരികത്തിന്റെ മുടികളൊക്കെ കണ്ണിന്റെ പോളയെ മൂടി എന്ന് പറഞ്ഞാൽ അത്രയും പ്രായാധിക്യം വന്ന് കണ്ടിട്ടില്ല. പ്രായമാകുമ്പോൾ ഈ കണ്ണിന്റെ ഈ തൊലിയെല്ലാം കൂടെ താഴേക്ക് വന്നിട്ട് അയാൾ നോക്കുന്നത് തന്നെ വളരെ പണിപ്പെട്ടിട്ട് കൺപോള പിടർത്തിയിട്ടാണ് അയാൾക്ക് കാണാൻ പറ്റിയ. അത്രയും പ്രായാധിക്യം വന്നൊരു മനുഷ്യൻ ഒട്ടകക്കട്ടിലിന്റെ പുറത്ത് കയറിയിരുന്നു. പരിചാരകർ ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പരിചയക്കാരൻ വഴിയിൽ വന്നിട്ട് ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നത്? യുഖാലു ലഹു ആയിഷ, ഇയാളുടെ പേര് ആയിഷ എന്നാണ്, മക്കക്കാരനാണ്. ആയിഷയോട് ചോദിച്ചു, എങ്ങോട്ടാ? ഞാൻ മദീനയിൽ പോവാ. എന്തിനാ? എനിക്ക് മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? അങ്ങനെ പറഞ്ഞ എന്താ? നീ എന്താ ആയിഷ ഈ ചിന്തിച്ചിട്ടായി പോകുന്നത്? നിസ്കാരം കൊണ്ട് നിന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ ആയിഷ ഒട്ടകക്കട്ടിലിരുന്ന് തലവളിയിട്ടിട്ട് ചോദിക്കുക, എടാ, അള്ള 24 മണിക്കൂർ തന്നിട്ട് 24 മിനിറ്റ് തിരിച്ച് റബ്ബിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് മനുഷ്യന്മാരാ നമ്മൾ? അതുകൊണ്ട് അത് വലിയൊരു ഭീകരമായ കാര്യമൊന്നുമല്ല നിസ്കാരം, അത് നമ്മുടെ കടമയല്ലേ. അവൻ പറഞ്ഞു, നോമ്പ് പിടിക്കേണ്ടി വരും, അത് 11 മാസക്കാലം യഥേട്ടം കഴിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും തന്നിട്ട് വർഷത്തിൽ 1 മാസം വ്രതാനുഷ്ഠാനം നടത്താൻ, അതും രാവിലെ മുതൽ വൈകുന്നേരം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ, ബുഖറത്ത് മുതൽ അശീ വരെ, ആ നിലയിൽ നോമ്പ് പിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. ശരീരത്തിനും നല്ലതല്ലേ, അതുകൊണ്ട് അത് വലിയൊരു കാര്യമല്ല. ആ സമയത്ത് ആയിഷയോട് കൂട്ടുകാര് പറഞ്ഞു, എടോ സക്കാത്ത് കൊടുക്കേണ്ടി വരും, നിനക്ക് പറ്റുമോ? ആ സമയത്ത് ആയിഷ പറയാണ്, എടാ 2.5% ഉള്ളൂ, 2.5% പാവപ്പെട്ടവന് കൊടുക്കണം, അത് അഴുക്കാണ്. നിങ്ങളൊക്കെ ചിക്കൻ വാങ്ങൂലേ? അല്ലേ? ചിക്കൻ വാങ്ങുമ്പോ അതിന്റെ തൂവലോട് കൂടിയിട്ടല്ലേ നിങ്ങൾക്ക് തൂക്കി തരുന്നത്? അല്ലേ? 1 കിലോ 100 രൂപയാണ്.
കൂട്ടിക്കോ. 100 രൂപയ്ക്ക് നിങ്ങൾ ഒരു കോഴിക്കടയിൽ ചെന്നിട്ട് 2 കിലോ കോഴി, ഒരു കോഴി തൂക്കാൻ പറഞ്ഞു. അയാൾ കോഴി തൂക്കി. 2 കിലോ കോഴി ഉണ്ടായിരുന്നു. ഈ 2 കിലോ കോഴി നിങ്ങൾക്ക് തൂക്കി തന്നു. നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അറുത്തു. എന്നിട്ട് അതിന്റെ ഈ തൂവലും അതിന്റെ വേസ്റ്റും ഒക്കെ എടുത്ത് കളഞ്ഞു. ശേഷം തൂക്കി നോക്കിയപ്പോൾ 1,400, 1.5 കിലോ പോലും ഇല്ല. ഈ 2 കിലോക്ക് ഞാൻ പൈസ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് തൂവലോടുകൂടി തിന്നുന്ന ആരെങ്കിലും പള്ളത്തൂരുണ്ടോ? അത് അഴുക്ക് കളയണ്ടേ? പഴം വാങ്ങിയാൽ ആ പഴം തൊലിയോടുകൂടിയിട്ടാണ് ഞാൻ തൂക്കി വാങ്ങിയത്. അതുകൊണ്ട് ഞാൻ കൊടുത്ത പൈസക്ക് തൊലി കളഞ്ഞിട്ട് തിന്നുന്ന പരിപാടിയില്ല. അതുകൊണ്ട് തൊലിയോടൊപ്പം തിന്നുന്നു എന്ന് മൂരികൾ തിന്നും പോലെ തിന്നുന്നതാണോ നമ്മുടെ സമീപനമല്ല. വേസ്റ്റ് കളഞ്ഞിട്ടാണ് നമ്മൾ തിന്നുക. കടല വാങ്ങി, കപ്പലണ്ടി വാങ്ങിയ തൊലി കളഞ്ഞിട്ടാണ് കപ്പലണ്ടി നമ്മൾ കഴിക്കുക. കടല അല്ലേ, അത് നമ്മൾ കഴിക്കുക. എന്ന് പറഞ്ഞാൽ വേസ്റ്റ് നമ്മൾ കളയേണ്ടത് കളയണം. 1 ലക്ഷം രൂപ നിന്റെ കയ്യിൽ അള്ളാഹു തന്നാൽ 2500 രൂപ അതിന്റെ വേസ്റ്റ് ആണ്. ആ വേസ്റ്റ് കൂടി നീ തിന്നാൻ തുടങ്ങിയാൽ നിന്റെ ബാക്കിയുള്ള പൈസ കൂടി നശിക്കും. ഒരു സംശയമില്ല. ആയിഷ പറഞ്ഞു, അഴുക്ക് കളയുന്നതിന് എന്താ പ്രശ്നം? മാലിന്യം പുറന്തള്ളുന്നത് നമ്മുടെ ബാധ്യതയല്ലേ, അതുകൊണ്ട് സക്കാത്ത് ഒരു പ്രശ്നമല്ല, പോടാ വഴിമാറടാന്ന് പറഞ്ഞു. ഞാൻ മദീനയിലേക്ക് പോട്ടടാന്ന് പറഞ്ഞു. ഒരു നിവർത്തിയുമില്ല. യവനെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമവും നടത്താൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ ആയിഷയുടെ കൂട്ടുകാര് വന്നിട്ട് പറഞ്ഞു, പറഞ്ഞുടാ വ്യഭിചരിക്കാൻ പറ്റൂല, നിന്റെ പണി അതാണല്ലോ, വ്യഭിചരിക്കാൻ പറ്റൂല. അപ്പൊ ഈ ആയിഷ പറഞ്ഞ എന്താണ്, ഈ പ്രായം ഇത്രയും വന്ന എനിക്കിനി എന്ത് വ്യഭിചാരം എന്ന് പറഞ്ഞിട്ട് അയാള് പോകാൻ വേണ്ടി തന്നെ തീരുമാനമെടുത്തപ്പോഴേക്കും കൂട്ടുകാര് പറഞ്ഞു, നിനക്ക് കള്ള് കുടിക്കാൻ പറ്റൂല, കള്ള് കുടിക്കാൻ ഇനി പറ്റൂല. ആ സമയത്ത് അയാൾ ചോദിച്ചു, കള്ള് കുടിക്കാൻ പറ്റൂലേ? ഇല്ല. എന്നാൽ ഒട്ടകം തിരിക്കടാ, എനിക്ക് മദീനയിൽ പോകണ്ട. ഒട്ടകം തിരിക്കേ, എനിക്ക് വീട്ടിൽ പോയാൽ മതി. കള്ളു കുടിക്കാൻ എനിക്ക് വിലക്കുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റൂല. അങ്ങനെ ആയിഷയുടെ ഒട്ടകക്കട്ടിൽ ഒട്ടകം പെട്ടെന്ന് സഡൻ ബ്രാക്കറ്റ് തിരിഞ്ഞു. ഒട്ടകക്കട്ടിൽ നിലത്ത് വീണു. മണലിൽ കഴുത്ത് വന്നിടിച്ചിട്ട് ആയിഷ മണലാരുണ്യത്തിൽ കിടന്ന് കഴുത്തൊടിഞ്ഞിട്ട് ചത്തുപോയി. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഈ പറഞ്ഞതിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിസ്കാരോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ദാനധർമ്മങ്ങളോ ഒന്നും നമുക്ക് ഒരു ഭീകരമേ അല്ല, ഒരു ബാധ്യതയേ അല്ല. എല്ലാം സിമ്പിളാണ്. 24 മണിക്കൂർ അള്ളാഹു നമുക്ക് ശ്വാസം വിടാൻ അവസരം തന്നില്ലേ? ആദ്യം എത്ര വഖത്തുണ്ടായിരുന്നു? ആദ്യം എത്ര വഖത്തുണ്ടായിരുന്നു നിസ്കാരം? അത് കർണാടകയിലും കേരളത്തിലുള്ള വ്യത്യാസമല്ല. ഈ മേറാജിന്റെ യാത്രയിൽ എത്ര നിസ്കാരം നിർബന്ധാക്കിയത്? എത്ര പറയും? അല്ലാഹു അക്ബർ. അറിയാം, പലരും പറയാത്തതാണ്. 50 അല്ലേ? ആരാ 5 ആക്കിയത്? 5 ആക്കിയത് ആരാ? അല്ലാഹു. ആരുടെ ഇടപെടല? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഇടപെടൽ. അതിനെ 3 ആക്കിയത് ആരാ? ചേകന്നൂർ. അള്ളാഹ് 50 ആക്കി, മൂസാ നബി 5 ആക്കി, ചേകന്നൂർ 3 ആക്കി, നമ്മൾ ഇല്ലാതാക്കി. 50 വഖത്ത് നിസ്കാരം അള്ളാഹു ആദ്യം നമുക്ക് നിർബന്ധമാക്കി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹ് 50 നിർബന്ധമാക്കിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ റിക്വസ്റ്റ് പ്രമാണിച്ചിട്ട് മാനിച്ചുകൊണ്ടാണ് 5 ആക്കിയത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അല്ല. എന്താ കാര്യം? 50 ആക്കിയിട്ട് 5 ആക്കി ചുരുക്കി തന്നത് എന്തിനാണെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് ഇളവ് തന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 50 വഖത്ത് നിസ്കാരമാണെങ്കിൽ ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിനിടയിൽ 2 തവണ ബാങ്ക് വിളിക്കേണ്ട സമയം കഴിഞ്ഞു. 24 മണിക്കൂറല്ലേ? 50 വഖത്തിനെ ഒന്ന് കൂട്ടി നോക്ക്. ഒരു അരമണിക്കൂർ. പിന്നെ മൊയ്യാക്കന്മാർക്ക് ശമ്പളവും മുഅദ്ദിന്മാർക്ക് ശമ്പളവും കൂട്ടി കൊടുത്താലേ പറ്റുള്ളൂ. അതാണല്ലോ ഇപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. ഈ ലൈറ്റ് അടിക്കാൻ കുഴപ്പമില്ല, കളർ ബൾബ് വയ്ക്കാൻ കുഴപ്പമില്ല, പള്ളി പെയിന്റ് അടിക്കാൻ പൈസ ഉണ്ട്, എന്ത് ആഡംബരം കാണിക്കാനും പൈസ ഉണ്ട്. ഉസ്താദ് ശമ്പളം കൊടുക്കാൻ മാത്രം ദാരിദ്ര്യം. അതാ എല്ലാ സ്ഥലങ്ങളിലും ലാ യസീദു വലാ യൻഖുസു. ക്ലോസറ്റിലെ വെള്ളം കണക്കാ, താരയില്ല പൊങ്ങയില്ല. അത് മാറണം. നല്ല കാശ് കൊടുക്കണം ഉസ്താദുമാർക്ക്, നല്ല പണം കൊടുക്കണം. അവർ വേറെ ഒരു ജോലിക്കും ഒരു സൈഡ് ബിസിനസിനും പോകാത്ത നിലയിൽ അവർക്ക് നല്ല കാശ് കൊടുക്കണം. അവരാണ് നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതങ്ങനെ തന്നെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ വേണ്ട ഹറമിൽ കൊടുക്കുന്ന ശമ്പളത്തിന്റെ 10 കൊടുത്താൽ മതി. അത്ര നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിന്റെ 10 കൊടുത്താൽ നമ്മുടെ പള്ളിയിൽ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു 50 ആക്കിയിട്ട് നേരെ 5 ആക്കി നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിന്റെ പേരിലെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഉസ്റാക്കിയിട്ടല്ല, യുസ്റാക്കിയാണ് ദീനിനെ തന്നത്. ഇന്ന ദീന യുസ്റുൻ വലാ ഉസ്ർ. ദീന് വളരെ സരളമാണ്, സിമ്പിളാണ്, വളരെ 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 എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ലഘുവാണ്. അല്ലാതെ ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലല്ല ഇസ്ലാം ഉള്ളത്. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ അറുക്കണമെന്ന് അല്ലാഹു അറിയിക്കുകയാണ്. മിനാ താഴ്വരയില് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് തന്റെ പൊന്നുമകൻ ഇസ്മാഈലിന്റെ കഴുത്തിലേക്ക് കത്തി വെച്ചറുക്കാൻ ഒരുങ്ങുമ്പോ അല്ലാഹു പറയുന്നു, ഇബ്രാഹിമേ നീ വിജയിച്ചിരിക്കുകയാ. അതുകൊണ്ട് ഇതാ നിനക്ക് ഞാനിതാ ഒരു ആടിനെ തരികയാണ്, ഒരു കിടാവിനെ തരികയാണ്, അറുത്തോ ബലി കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരാടിനെ കൊടുത്തോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. എന്താണ് അതിന്റെ പൊരുളെന്നറിയോ? അള്ളാഹുവിന് അപ്പോഴാണ് ബോധം വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയോ? തെറ്റിപ്പോയി അല്ല സഹോദരങ്ങളെ. അള്ളാഹു മകനെ അറുക്കാൻ പറഞ്ഞിട്ട് ഉടനെ പകരം ഒരു ആടിനെ കൊടുത്തിട്ട് പകരം ഒരാടിനെ കൊടുത്തിട്ട് അള്ളാഹു കൽപ്പിച്ചത് എന്തെന്നറിയോ? ഞാൻ നിനക്ക് ഭാരമാകുന്ന ഒന്നും നിന്നോട് പറയൂല. സ്വന്തം മോനെ ബലി കൊടുക്കുന്നത് ഭാരമാണ് ഇബ്രാഹിമേ, അത് നിന്നോട് ഒരിക്കലും ഞാൻ പറയൂല. അതുകൊണ്ട് നീ ഇത് അറുത്തോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഒരിക്കലും ഉസ്റാക്കുകയില്ല, യുസ്റാക്കിയേ നമുക്ക് കാര്യങ്ങൾ തരൂ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പോലും അല്ലാഹു തആല ബലി നിർബന്ധമാക്കിയത്. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദര, ആരാധനയുടെ വിഷയങ്ങളിലേക്ക് വാ. ദുആയുടെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു അങ്ങേയറ്റം വേണ്ട ഇങ്ങേയറ്റം വേണ്ട. ഇനി ആരാധനകൾ ഓരോന്ന് നിങ്ങൾ എടുക്ക്. ഒളുവിന്റെ കാര്യം ഞാൻ ഒന്ന് പറയട്ടെ. ഒരു ദിവസം മഹാനായ ഒരു സഹാബി ഒളുവെടുത്തുകൊണ്ടിരിക്കുകയാ. അതിലൂടെ റസൂലുള്ളാഹി നടന്നു വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാ, മോനെ ഇസ്റാഫ് പാടില്ല, അമിതം പാടില്ല, ദുർവ്യയം പാടില്ല. ചോദിച്ചു അല്ലാഹുവിന്റെ ഹബീബേ, ഈ ഖൈറായ കാര്യത്തിലും ഇസ്റാഫ് ഉണ്ടോ? ഈ ഒളുവിന്റെ വിഷയത്തിലും ദുർവ്യയമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒഴുകുന്ന വെള്ളത്തിലാണ് നീ ഒളുവെടുക്കുന്നതെങ്കിൽ പോലും, ഒളുവെടുക്കുന്നത് ഒഴുകുന്ന വെള്ളത്തിലാണെങ്കിൽ പോലും നിനക്ക് 3-ലധികം നീ ചെയ്യണ്ട. കാപ്പിയെ കുടിച്ചോളി. ക്ഷീണന്മാറ ഈ എന്താ പറയുന്ന അടികൊള്ളാൻ ചെണ്ടയും തുട്ടുവാങ്ങാൻ മാരാരും. പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും കുടിക്കുന്ന നിങ്ങളാ, ക്ഷീണം നിങ്ങൾക്ക്. അത് പിന്നെ ഞാൻ കുടിക്കാറില്ല, കൊണ്ടുവരണ്ട, ഞാൻ ഇത് കഴിഞ്ഞിട്ടേ കുടിക്കുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ നീ ഒളുവെടുക്കുന്നത് ഒഴുകുന്ന വെള്ളത്തിലാണെങ്കിലും 3 പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യണ്ട. ചില ആളുകൾക്ക് വസുവാസു വരും. എന്താണെന്നറിയോ? ചില ആളുകൾക്ക് 10 പ്രാവശ്യം കൈ കഴുകിയാലും ഒരു തോന്നല്, ചിലപ്പോ അവിടെ നനഞ്ഞില്ലെങ്കിലോ ഇവിടെ നനഞ്ഞില്ലെങ്കിലോ. ഇത് നമ്മളെ വലയ്ക്കുന്ന വലഹാൻ എന്ന ശൈത്താനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെള്ളത്തിന്റെ വിഷയത്തിൽ നമ്മളെ വസ്വാസിലാക്കുന്ന ശൈത്താന്റെ പേരാണ് യുഖാലു ലഹു വലഹാൻ. കുളിച്ചാലും കുളിച്ചില്ല എന്ന് തോന്നുക, ഒഴിച്ചാലും അവിടെ വീണില്ല എന്ന് തോന്നുക. 500ന്റെ ടാങ്കിലെ വെള്ളം മുഴുവൻ കുളിച്ചാലും ഒരു പെണ്ണിന് വസ്വാസ് വീണ്ടും നമുക്ക് വെള്ളം തികഞ്ഞാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു സദസ്സ് ചെന്നപ്പോ ദുവാരക്കകത്ത് ഭാര്യയുടെ വസ്വാസ് മാറാൻ വേണ്ടി 500 രൂപ. കാരണം എന്താ? 2 ടാങ്ക് വെള്ളം വേണം, ഒന്ന് പാചകത്തിന്, ഒന്ന് ഒരു ടാങ്ക് വെള്ളം ഒക്കെ കുളിക്കാനും. കാരണം അവക്ക് എപ്പോഴും കുളിക്കുമ്പോൾ തോന്നുന്നത് നനഞ്ഞിട്ടില്ല എന്നാണ് ശരീരം. അത് വലഹാൻ എന്ന് പറയുന്ന ശൈത്താൻ ഇടപെടലാണ്. വേണ്ട, നിന്റെ ലന്നുൽ മുകല്ലഫ് ഫിൽ ഇബാദ, ആരാധനയുടെ വിഷയത്തില് ഒരു മനുഷ്യന്റെ ഭാവനയാണ്. ഓക്കെയാണ്, ചുമ്മാ ആവശ്യമില്ലാതെ ചിന്തിക്കേണ്ട കാര്യമില്ല. മൂത്രമൊഴിച്ചിട്ട് എഴുന്നേറ്റ് വരുന്നവൻ വീണ്ടും മൂത്രത്തിന്റെ തുള്ളി വീണുപോയോ എന്ന് ആശങ്കപ്പെടുന്നതിന് പകരം കുറച്ച് വെള്ളം കൊടയണമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചത് എന്തിനാ? ചുമ്മാ വസ്വാസം ഉണ്ടാക്കി നിസ്കാരം നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഇസ്തിർഖാഉം ഇസ്തിബ്റാഉം. ഉസ്താദുമാർക്കൊക്കെ അറിയാം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം ചെയ്താൽ ഇസ്തിർഖാഉം ഇസ്തിബ്റാഉം ഒക്കെ ചെയ്തിട്ട് വേണം എഴുന്നേക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എണീറ്റ് വരാൻ. അല്ലാതെ ചെന്നുടനെ മൂത്രമൊഴിച്ച് ഉടനെ വാരി എടുത്തോണ്ട് വന്നാൽ ബാക്കി മുഴുവനും പള്ളിക്കകത്ത മുസല്ലയിലാ വീഴുന്നത്. ചില ആളുകൾ അവിടെ ഇരിക്കും, ലോഹറിന് പോയ അസർ വരെ. ഇത് രണ്ടും തെറ്റാ. ഇങ്ങേറ്റവും വേണ്ട അങ്ങേറ്റവും വേണ്ട. എന്താ ചെയ്യേണ്ടത്?
നീ നിനക്ക് സംതൃപ്തിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുറച്ച് നിന്റെ തുണിയുടെ ഭാഗത്ത് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് നീട്ട് പോരും, പിന്നെ നിനക്ക് വസ്വാസ് വരൂല. ഇതെത്ര വ്യക്തമായി ഇസ്ലാം പഠിപ്പിച്ചു. സിമ്പിളാണ് ഇസ്ലാം. ഒരിക്കലും ആർക്കും ഭാരമുള്ളതല്ല. നമ്മൾ ഭാരം ഉണ്ടാക്കി വെച്ചതാ. ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. മസ്ജിദുൻ നബവിയുടെ ഇമാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ തൊട്ടടുത്ത പള്ളിയുടെ പേര് മസ്ജിദുൽ ഖുബാ. മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്താണ് ഖുബാ പള്ളിയുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. ആ പള്ളിയിലെ ഇമാമിന്റെ പേര് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് യാണ് മദീനത്തു മസ്ജിദുൻ നബവിയിലെ ഇമാം. മുആദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സങ്കടം വന്നു. എന്താണ് കാര്യമെന്നറിയോ? എന്റെ ഹബീബിന്റെ പിന്നിൽ നിസ്കരിക്കാൻ എനിക്ക് മാത്രം ഭാഗ്യമില്ല. കാരണം എനിക്ക് ഡ്യൂട്ടി ഖുബാ പള്ളിയില. എന്റെ അനുചര എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കല്ല റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിക്കാൻ കഴിയുമല്ലോ, എനിക്ക് ആ ഭാഗ്യമില്ലല്ലോ. സങ്കടം മാറ്റാൻ അദ്ദേഹം തന്നെ ഒരു ഹിക്മത്ത് കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പിന്നിൽ ചെന്ന് ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു. എന്നിട്ട് അവിടത്തെ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഖുബാ പള്ളിയിൽ വരും. ആ ഖുബായിൽ വന്ന് ശേഷിക്കുന്ന ആളുകൾക്ക് ഇമാമത്ത് നിൽക്കുന്നു. ഫുഖഹാക്കൾ അത് പഠിപ്പിച്ചല്ലോ. ഫർളായ നിസ്കാരം ആദ്യം നിസ്കരിക്കുന്നത് ഫർള്, അത് വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് ചെയ്താൽ രണ്ടാമത്തേത് സുന്നത്തായി പരിഗണിക്കപ്പെടുമെന്ന മുആദ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം മസ്ജിദുൻ നബവിയിൽ വന്ന് നബി തങ്ങളുടെ പിന്നിലും മഅ്മൂമായി നിസ്കരിക്കുന്നു. എന്നിട്ട് നേരെ ഖുബാ പള്ളിയിൽ ചെന്നിട്ട് അവിടെ ഇമാമത്തായി നിൽക്കുന്നു. എന്നാൽ മൂപ്പര് ചെറിയ സൂറത്ത് ഓതണ്ടേ? ഓതുന്നത് വലിയ സൂറത്തുമാണ്. ഇവിടത്തെ ജമാഅത്ത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇമാമത്ത് നിൽക്കുമ്പോ വലിയ സൂറത്ത്. ഒരു ദിവസം നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോൾ വലിയ സൂറത്ത് ഓതിയപ്പോ പിന്നിൽ നിന്ന മഅ്മൂമീങ്ങളിൽ ഒരാൾ കൈ അഴിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി നിസ്കരിച്ചിട്ട് പോയി. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ആളുകൾ പറഞ്ഞു, ഇന്ന ആളാ പണി ചെയ്തു. മുആദ് ബിൻ ജബൽ തങ്ങൾ കരുതി വന്നത് മുനാഫിക്കാകുമെന്ന്. മദീനയിൽ അങ്ങനെ ഉണ്ടല്ലോ, വന്നത് മുനാഫിക്കാകുമെന്ന് കരുതിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇന്നഹു ഹുവ മുനാഫിഖ്, അവൻ മുനാഫിക്കാകാൻ സാധ്യതയുണ്ട്. ഇത് കേട്ട ആളുകൾ അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു, പള്ളിയിലെ ഇമാം നിങ്ങളെ മുനാഫിഖ് എന്ന് വിളിച്ചു. അങ്ങനെയാണ് പോകുന്ന വഴികള്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ അന്ന് പ്രശ്നം ഉണ്ടാവും. ഒന്നും അല്ലെങ്കിൽ ഉസ്താദിന്റെ മേലിൽ പോക്സോ കേസ് വെച്ച് പിടിപ്പിച്ചു കൊടുക്കും. ഇപ്പൊ 80% പോക്സോ കേസും വ്യക്തിവൈരാഗ്യങ്ങളാണ്. 20% ഞരമ്പ് രോഗികളുണ്ട്. അത് ഉള്ളത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം. അത് പിന്നെ കേസിന്റെ വഴിക്ക് പോകും. അങ്ങനെയൊക്കെ ഉള്ളത് ഈ പണി ചേർന്നതല്ല, അതൊക്കെ ശരിയാ. പക്ഷെ 80%-ൽ 30% വരുന്നത് 30%വും കുട്ടികളെ അടിക്കുന്നതാണ്. പഠിക്കാൻ വേണ്ടി അടിക്കും. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങൊന്നുമല്ല, നമുക്ക് അത്രയും വലിയ പ്രായമൊന്നുമില്ല. ആ നിലയിൽ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഉമ്മമാര് പറയുന്നത് ഉസ്താദ് അടിക്കുന്ന ഭാഗം സ്വർഗത്തിൽ പോകുന്ന. അതുകൊണ്ട് എവിടെ കിട്ടിയാലും മറുസ്ഥലം കൂടെ കാണിച്ചു കൊടുക്കും, അവിടെ കൂടെ പോട്ടെ, അവിടെ നരകത്തിൽ പോട്ടെ. ആ നിലയിൽ ഉസ്താദന്മാരുടെ അടി വാങ്ങി പിടിച്ചത് കൊണ്ടാണ് നിവർന്ന് നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ. ഇന്ന് ഏതെങ്കിലും ആരാന്റെ മക്കളെ അടിച്ചു നോക്കും, വിവരം അറിയും. അവർക്ക് പ്രിറ്റന്ത് 13 കൊല്ലം അകത്തായിരിക്കും പോക്സോ. തിരുവനന്തപുരം ജില്ലയിലിരിക്കുന്ന ഞങ്ങൾ പത്രം വായിക്കും. എന്താണ്? പള്ളത്തൂരിൽ പോക്സോ കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റ്. എന്താ സംഭവിച്ചത്? മദ്രസയിൽ ഒരു അടി കൊടുത്തു പഠിക്കാത്തതിന്. അല്ലെങ്കിൽ അവൻ ശംഭു വെച്ചു, അല്ലെങ്കിൽ അവൻ തമ്പാക്ക് ചവച്ചു, അല്ലെങ്കിൽ എന്താണ് ലഹരി ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു? അവന്റെ ഖുർആനിന്റെ ഇടയിൽ അവന് ലോട്ടറി ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതൊക്കെ കണ്ടപ്പോ ഉസ്താദ് ഒരു അടിയടിച്ചു. അവന്റെ വാപ്പാക്ക് സഹിച്ചില്ല. യവനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ബാലാവകാശ കമ്മീഷനിൽ. എന്താണ് കേസ്? പോക്സോ. അല്ലേ? തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ എന്റെ നാട്ടുകാർ വായിക്കുമ്പോ എന്താണ്? പള്ളത്തൂരിൽ മദ്രസ അധ്യാപകൻ പോക്സോ കേസിൽ അറസ്റ്റ്. അപ്പം അവരുടെ മനസ്സിൽ തോന്നുന്നത് എന്താ അറിയാലോ? പോക്സോ എന്ന് പറയുമ്പോ ഏതാന്ന്? ഇതാണ് 30%. പിന്നെ വരുന്ന 50% വ്യക്തി വൈരാഗ്യങ്ങള്, സംഘടനാ വൈരാഗ്യങ്ങള്. മൂന്നാം പാർട്ടിക്ക് വിളിച്ചിട്ട് വരാത്തത്, കൊച്ചിന്റെ നൂലുകെട്ടിന് വിളിച്ചിട്ട് വരാത്തത്, എന്റെ ഉമ്മയുടെ കബറടക്കത്തിന് മാത്രം നിങ്ങൾ വരാത്തത് എന്താ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ആളുകൾ കൊടുക്കുന്ന വൈരാഗ്യത്തിന്റെ പേരിലുള്ളതാണ് 50% വരുന്ന പോക്സോ കേസുകൾ. പക്ഷെ ഉമ്മത്തിനോടാ കളിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉലമാക്കൾക്ക് കുടുംബമുണ്ട്, അവർക്കും ഒരു ഭാര്യയുണ്ട്, അവർക്കും മക്കളുണ്ട്.
അതൊന്നും നമ്മൾ മറന്നു പോകരുത്. വൈരാഗ്യത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന സമുദായത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചിട്ട് നാണം കേടുണ്ടാക്കുന്ന അവസ്ഥയിൽ പല സ്ഥലങ്ങളിലൊക്കെ ചില മിടുക്കന്മാര് ചെയ്യുന്നുണ്ട്. ഒരു പെണ്ണ് പള്ളിയിലെ ഉസ്താദിനെ കുടുക്കിയിട്ട് ഉസ്താദിനെ വിളിക്കാൻ ഫോണില് അത് റെക്കോർഡ് ചെയ്തു. എങ്ങനെയുണ്ട് ഉസ്താദെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് ഉളുപ്പില്ലാതെ ഒരു പെണ്ണിന്റെ സംസാരമാണ്. ഞങ്ങളുടെ നാട്ടില തിരുവനന്തപുരം ജില്ലയിൽ, കേരളത്തിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നത് പോട്ടെ, എന്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത് എവിടെന്നാ പോയത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ മുനാഫിഖ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പ്രശ്നമുണ്ടാക്കി. ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുനാഫിഖ് എന്ന് വിളിച്ചു എന്ന പരാതി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന ആ സഹാബി പറഞ്ഞു. നബി തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു വാദിയും പ്രതിയും എന്ന് കോടതിയുടെ മുന്നിൽ. നബി തങ്ങൾ ചോദിച്ചു, മുആദേ നീ മുനാഫിഖ് എന്ന് വിളിച്ചോ? വിളിച്ചു നബിയെ. എന്താ? നിസ്കാരത്തിൽ നിന്ന് കൈയഴിച്ചിട്ട് മാറി നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിച്ചു പോയപ്പോ ഞാൻ കരുതി ഇയാൾ മുനാഫിഖ് ആയിരിക്കുമെന്ന്. നബി തങ്ങൾ അയാളോട് ചോദിച്ചു, ശരിയാണോ? അതേ നബിയെ. എന്താ അങ്ങനെ ചെയ്തത്? എനിക്ക് മൂത്രത്തിന്റെ പ്രശ്നമുണ്ട്. ഇദ്ദേഹം ഇവിടെ വന്ന് ജമാഅത്തിന് ഇമാമമായി നിന്നിട്ട് അവിടെ വന്ന് ഇമാമത്ത് നിൽക്കും, എന്നിട്ട് ചെറിയ സൂറത്ത് ഓതണ്ടേ, വലിയ സൂറത്തെ ഓതുള്ളൂ, എത്രയെന്നും പറഞ്ഞ് പുറകിൽ ഞാൻ നിൽക്കും. എനിക്ക് വല്ലാത്ത അസ്വസ്ഥത വന്നു. ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് പോയി. അള്ളാന്റെ റസൂല് മുആദ് തങ്ങളുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അഫത്താനുൻ യാ മുആദ്, അഫത്താനുൻ യാ മുആദ്, മുആദേ നീ വല്ലാതെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവനാണല്ലേ എന്ന്. മുഫ്തിനെ എന്നല്ല ചോദിച്ചത്, മുഫ്തിൻ എന്നല്ല ചോദിച്ചത്, നീ ഫിത്ന ഉണ്ടാക്കുന്നവനാണോ എന്നല്ല. ഫആൽ വസ്നാണ്. അഫത്താനുൻ, നീ വല്ലാതെ കുഴപ്പമുണ്ടാക്കുന്നവനാണോ മുആദേ? മുആദ് തങ്ങൾ ആരെയും തമ്മിലടിപ്പിച്ചതല്ല, ആരെയും പ്രശ്നത്തിൽ ഇടപെടിപ്പിച്ചതല്ല, കള്ളു കുടിച്ചതല്ല, പലിശ വാങ്ങിയതല്ല, കഞ്ചാവ് വലിച്ചതല്ല. മുആദ് റളിയല്ലാഹു അൻഹു ചെയ്ത തെറ്റെന്താണ്? വലിയ സൂറത്ത് ഓതി, പക്ഷെ പുറകിൽ നിൽക്കുന്നവരെ പരിഗണിക്കണം. അതാണ് ഇസ്ലാം. ഇന്നദ്ദീന യുസ്ർ. ഇങ്ങറ്റവും വേണ്ട അങ്ങറ്റവും വേണ്ട. മിതത്വ സമീപനം ആരാധനകളിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പല വേദികളിലും അത് പറഞ്ഞിട്ടുണ്ട്, പലരും അത് കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പലരുടെയും പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാകാം. അബ്ദുല്ലാഹി ഇബ്നു അംറേ, നിന്നെ പറ്റി ഒരു പരാതിയുണ്ട്, ശരിയാണോ? എന്താ പരാതി റസൂലേ? നീ എല്ലാ ദിവസവും പകല് നോമ്പാണെന്നറിഞ്ഞു, ശരിയാണോ? എല്ലാ രാത്രിയിലും നീ ഉറങ്ങാതെ നിന്ന് നിസ്കാരമുണ്ടെന്നറിഞ്ഞു, ശരിയാണോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതേ നബിയേ, അതേ പ്രവാചകരെ, ശരിയാണ്. ഞാൻ ഒരു രാത്രി പോലും ഉറങ്ങൂല. എന്നെ സൃഷ്ടിച്ച എന്റെ നാഥന് വേണ്ടി ഞാൻ സുജൂദിലാ. ഒരു പകല് ഞാൻ ഭക്ഷണം കഴിക്കൂല. എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ വ്രതശുദ്ധിയിലാണ്. ശാശ്വത വ്രതം അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, പാടില്ലത്. നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ദാവൂദ് നബിയുടെ നോമ്പ് പിടിച്ചോ. എന്താ നബിയെ ദാവൂദ് നബിയുടെ നോമ്പ്? സിയാമു യൗം ഇഫ്താർ യൗം. ഇന്ന് നോമ്പ്, നാളെ നോമ്പില്ല, മറ്റന്നാ നോമ്പ്, അതിന്റെ പിറ്റേന്ന് നോമ്പില്ല. അങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. എല്ലാ ദിവസവും ലാ സ്വാമ ലിമൻ സാമ ദഹർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. ഔക്കമാക്കാൽ ലാ സ്വാമ ലിമൻ സാമ ദഹർ. കാലം മുഴുവനും നോമ്പ് പിടിക്കുന്നവന് നോമ്പില്ല. നോമ്പിന്റെ ചൈതന്യം മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം നോമ്പ് പിടി. ഇസ്ലാം എത്ര സിമ്പിളാണ്. ആരാധന എത്ര മിതത്വം പാലിക്കേണ്ടതാണ്. അല്ലാതെ ഒരിക്കലും ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ആരാധനകളിൽ മിതത്വം നമ്മൾ കാണിക്കണം. തഹജ്ജുദ്, ചില ആളുകൾ പ്രസംഗമൊക്കെ കേട്ട് വഅദ് കേട്ടിട്ട് തഹജ്ജുദ് അങ്ങോട്ട് തുടങ്ങും. 12 റക്അത്ത് തഹജ്ജുദ് 3 ദിവസം നിസ്കരിക്കും, പിന്നെ നിൽക്കാനില്ല. തർക്കുൽ ആദത്തി മുസീബത്തുൻ. പതിവിന് വിപരീതം ചെയ്യൽ മുസീബത്താണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഉസ്താദന്മാരൊക്കെ ഏത് തങ്ങന്മാരെ കണ്ടാലും എന്തെങ്കിലും ദുആ ഉണ്ടോ, എന്തെങ്കിലും ദുആ ഉണ്ടോ, എന്തെങ്കിലും ദുആ ഉണ്ടോ, ഒരു ദിക്റേരി തങ്ങളെ, ഒരു ദിക്റേരി ഉസ്താദെ എന്ന് പറയും. അപ്പൊ ഇജാസത്തായിട്ട് ദിക്ർ കൊടുക്കും. ഈ വാങ്ങിക്കൂട്ടി ഒരു ചുമടുണ്ടാവും. എന്നാ അവൻ എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യേയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഒരു 101 സ്വലാത്ത് ചെല്ലാമെന്ന് തീരുമാനമെടുത്താൽ
ആ 101 സ്വലാത്ത് രേഖപ്പെടുത്താൻ വേണ്ടി ഒരു മലക്കിനെ അല്ലാഹു തആല പെട്ടെന്ന് തയ്യാറാക്കുകയാണ്. ആ മലക്ക് വരും, എന്റെ അമലുകൾ രേഖപ്പെടുത്തും. ഞാൻ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അത് അവസാനിപ്പിച്ചാൽ ഈ മലക്കിന്റെ ശാപം എനിക്കുണ്ടാവും. ആ മലക്കിന്റെ ശാപം എനിക്കുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതി, പറ്റുന്നത് ചെയ്താൽ മതി. റമദാനൊക്കെ എത്തുമ്പോൾ സഹോദരിമാര് ഒരു മാസം 30 ഖത്തം തീർക്കും. ഒരു മാസം 30 ഖത്തം തീർക്കും. ഇവിടെയൊക്കെ എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോങ്കിൽ ഞാൻ പിന്നെ ആകെ ഒരു അവസ്ഥയായി പോകും. അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവൂല. അപ്പോ ഈ ഏറ്റവും കൂടുതൽ ഖത്തം ഓതുന്നവർക്ക് ഫ്രീ ആയിട്ട് ഉംറ. ഇവിടെ ഇല്ലല്ല, അല്ലാഹ് സമാധാനമായിട്ട് പറയാല്ലേ. ഏറ്റവും കൂടുതൽ ഖത്തം ഓതുന്നവർക്ക് റമദാനിൽ ഫ്രീ ആയിട്ട് ഉംറ. ഈ ഉംറയ്ക്കാനുള്ള മോഹം കൊണ്ട്, പറ്റിക്കാനല്ല, മോഹം കൊണ്ട് ഈ സഹോദരി എന്ത് ചെയ്യുന്നറിയോ, ഓതി പോകൂല, ഓടിപ്പോവും. ഒരു പേജ് മറിക്കാനെടുത്ത് 3 പേജ് മറിക്കും. എന്നിട്ടോ ഹഖ്ഖ തിലാവത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഹഖ്ഖ തിലാവത്തിഹി, റഹ്മത്തിന്റെ ആയത്തെത്തുമ്പോ റഹ്മത്തിനെ തേടണം, അദാബിന്റെ ആയത്തെത്തുമ്പോ അദാബിനെ തേടണം, സ്വർഗത്തിന്റെ ആയത്തെത്തുമ്പോ സ്വർഗം ചോദിക്കണം, നരകത്തിന്റെ ആയത്തെത്തുമ്പോ നരകത്തെത്തിട്ട് കാവല് തേടണം. എങ്കിലേ ഖിറാത്ത് വറത്തിൽ ഖുർആൻ തർത്തിലാണ് അല്ലാഹയാ പറഞ്ഞത്, അല്ലാതെ പള്ളിയിലെ ഉസ്താദല്ല. അപ്പോ ഈ സഹോദരി എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് ഓതി വിടുന്നു. വാപ്പ മരിച്ചു 40, വാപ്പ മരിച്ചു 11, അന്ന് 70,000 ദിക്റെടുക്കുകയാണ്. നമ്മളൊക്കെ നാട്ടിലുണ്ട്, ദിക്ർ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 70,000 ദിക്റെടുക്കും. 70,000 ദിക്ർ എങ്ങനെയാ എടുക്കുന്നത്? അവിടെ നിൽക്കുന്ന എല്ലാവരുടെ എണ്ണ എടുക്കും. 1 2 3 4 5. അപ്പൊ 200 പേരാ, 200 ഗുണ 200 ഒരു തസ്ബീല് ഈ 2 ദിക്ർ മറിയുമല്ലോ. അങ്ങനെ 200 ഗുണ 200 എണ്ണ എഴുതുന്നു. അങ്ങനെ അടുത്ത ആരെങ്കിലും അതുവഴി പോയാൽ മതി. അപ്പോഴേ 201 ആക്കുകയാണ്, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ഒരു അതുവഴി പോകുന്നത് ഈ ചോറും കൊണ്ട്, ഇവിടെ കൊടുക്കാനുള്ള ചോറ. അപ്പൊ അവന്റെ കൂടെ പേര് എഴുതി വയ്ക്കും. അങ്ങനെ പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നു. ആരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനത്തെ ഹാ വെളിവായില്ലെങ്കിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയി. 70,000ന്റെ സ്ഥാനത്ത് 35,000 മാത്രം. എന്നിട്ട് പറയും വാപ്പാടെ കബറിൽ ഇപ്പൊ വാപ്പാക്ക് AC ആണ്. എവിടെ ഇടി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും. 70,000 ചെല്ലണമെങ്കിൽ പതുക്കെ മതി. നീ 3 തീർക്കണ്ട. 3 കഴിഞ്ഞ വാപ്പ എണീറ്റ് പോകുന്ന വേറെ എവിടെയെങ്കിലും. ഈ 11 കഴിഞ്ഞ വാപ്പ വേറെ എവിടെയെങ്കിലും പോവാണോ? ഖുർആൻ പറഞ്ഞു ഉയർത്തെഴുന്നേൽപ്പിന് നാൾ വരെ വാപ്പ അവിടെ തന്നെ കാണും. നമ്മൾ പറയാണ് 40 കഴിഞ്ഞാൽ പിന്നെ വാപ്പ അവിടെ കാണൂല. അതിനു മുമ്പ് എന്നെ 70,000 ദിക്ർ ചൊല്ലി പൂർത്തിയാക്കണം. വേണ്ട, നിനക്ക് ഒരു ദിക്ർ പോലും ഗുണപ്പെടില്ല. ഞാൻ ഈ പറയുന്നത് നാളെ കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ മുജാഹിദാണെന്നും പറഞ്ഞ് ഇതൊക്കെ വെട്ടിയിടും. ഈ നിങ്ങൾക്കേ അറിയുള്ളൂ ഞാൻ എന്താ ഈ പറഞ്ഞത്. സന്ദർഭത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമല്ലോ. 70,000 ദിക്റില്ല, നിങ്ങൾ രക്ഷപ്പെടൂല, വാപ്പാടെ കബറ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് നാളെ ക്ലിപ്പായിട്ട് വരും. വരുന്നത് വരട്ടെ. പിന്നെ നമുക്ക് പിന്നെ എല്ലാത്തിന്റെ കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റൂലല്ലോ. കാറ്റടിക്കുന്നിടത്ത് കാറ്റടിക്കും, വേലിയിട്ടുന്നിടത്ത് വേലിയിട്ട്. അതൊക്കെ അങ്ങനെ എന്റെ വഴിക്ക് നടക്കട്ടെ. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 70,000 ദിക്ർ ചെല്ലുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ ഹാ വെളിവാകണം. ഇല്ലെങ്കിൽ ദിക്റില്ല. യാസീൻ ഓതുന്നു. എന്താ നമ്മൾ ഓതുന്നത്? ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി. എന്നെങ്കിലും 70,000 പൂർത്തിയാക്കുമ്പോൾ ദ്വാരക്ക് അള്ളാഹ്ക്കറിയാം നീ 70,000 പൂർത്തിയാക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിന്റെ വാപ്പാക്ക് ഇടി കിട്ടൂല, ഖബറിനകത്ത് ശിക്ഷ കാണൂല. നീ പൂർത്തിയാക്കുമെന്ന് അള്ളാഹ്ക്കറിയാലോ. ഇത് പൂർത്തിയാക്കിയാലേ നമുക്കറിയുള്ളൂ. അള്ളാഹ്ക്ക് നേരത്തെ തന്നെ അറിയുമല്ലോ. അതുകൊണ്ട് അച്ചടക്കത്തോടെ ചെയ്യണം. അങ്ങേയറ്റവുമല്ല ഇങ്ങേയറ്റവുമല്ല, രണ്ടിന്റെയും ഇടയിൽ നമ്മൾ മിതത്വം പാലിക്കണം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്താ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആൻ ഓതുന്നത് ഓടി ഓടി റമളാനിൽ 40 എന്റെ അഭിവന്ദനായ ഗുരുനാഥൻ ശൈഖുന മമ്മിക്കുട്ടി ഹളറത്ത്, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ആശിഖ് റസൂലാൻ, ജാമിഅ മന്നാനിയ സർവകലാശാലയിലെ മുഹ്തമിമാൻ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മുടെ നസീഹത്തിൽ നമ്മളോട് പറയുന്നത് 40 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർത്താൽ മതി. അങ്ങോട്ടും പോണ്ട ഇങ്ങോട്ടും വരണ്ട. അതാണ് എന്റെ കൃത്യത. റമളാനിൽ പിന്നെ സമയം ഉണ്ടെങ്കിൽ 1 2 ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി 3 4 5 ഒക്കെ ഓതുന്നവർക്ക് ഒരു തടസ്സവും ഇല്ല. നിങ്ങൾ അക്ഷരം കൃത്യമായി നോക്കി ഓതണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, എടുക്കാൻ പറ്റാത്തത് തലയിൽ ചുമക്കണ്ട. എനിക്ക് റമളാനിന് 30 ഖത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ബദറിന്റെ അന്ന് പടച്ചോനെ ഞാൻ ഈ ബദരീങ്ങളെ പറ്റി ഇനി മൗലിദൊന്നും ഓന്നുന്നില്ല. കാരണം ആ സമയങ്ങളുണ്ടെങ്കിൽ ബാക്കി ഖത്തം കൂടെ തീർക്കാം, എങ്കിലേ 30 പൂർത്തിയാവുള്ളൂ. വേണ്ട, കുറച്ചേരം അവരെ പറ്റി ഒന്ന് പറ.
അവരെ പറ്റി ഒന്ന് സ്വലാത്ത് ചൊല്ലി അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ബദർ എന്ന് പറയുന്ന വ്യാപാരമേള നടക്കുന്ന സ്ഥലത്ത് പോരാട്ടത്തിന്റെ വീതിയിൽ ഇസ്ലാമിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച ബദരീങ്ങളെ പറ്റിയിട്ടുന്ന അപദാനം നടത്തിയിട്ട് മദ്ഹ് പറഞ്ഞു പോകുന്നത് അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എത്ര വലുത് ചെയ്തു, എത്ര കൂടുതൽ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. ആള് പോയല്ലോ, ഒന്ന് ഉദ്ഘാടനം ചെയ്യും. എന്റെ പേഴ്സ് വണ്ടിക്കകത്ത് നെല്ലിക്കട്ടയിലെ താജുദ്ദീൻ സാഹിബാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ടുപോകുന്നതും വരുന്നതും ഒക്കെ അദ്ദേഹമാണ്. ആരും കാണണ്ട, എല്ലാവരും കാര്യമായിട്ട്. വേറെ ഒരു കളക്ഷനും ഇല്ല അല്ലേ? വേറെ ഒരു കളക്ഷനും ഇല്ല. അപ്പൊ ഒരുപാട് ചെലവുണ്ട്, അറിയാലോ. അപ്പൊ അതുകൊണ്ട് നല്ല നിലയിൽ ഒരു 500 രൂപ വെച്ച് എടുക്കില്ല, ഇൻഷാ അല്ലാഹ് കുറയ്ക്കണ്ട. ഒരു 500 രൂപ വെച്ച് എടുത്തിട്ടോളി. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതില്ലാന്ന് കരുതിയിട്ട് ആരും വിഷമിക്കണ്ട. ഉള്ളത് നിങ്ങൾക്കും പടച്ചോനും തമ്മിൽ അറിയാം. അതുകൊണ്ട് കാര്യമായ നിലയിൽ അതിനകത്ത് സദഖകൾ നൽകുക. അള്ളാഹു നമ്മുടെ സദഖകൾ ജാരിയായ സദഖ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങളോട് പറയുകയാണ്, നീ അതുകൊണ്ട് ഒരിക്കൽ പോലും രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കരുത്, പകല് മുഴുവനും നീ നോമ്പ് പിടിക്കരുത്. ഇടയ്ക്കെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുകയും അത് ഉപേക്ഷിക്കുകയും വേണം. എന്നിട്ടൊരു പൊതുവായ തത്വം റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങളോട് പറയുകയാണ്, നിന്റെ കണ്ണുകളോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മുടെ കണ്ണുകളോട് നമുക്ക് ബാധ്യതയുണ്ട്. നിന്റെ ശരീരത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. ഞാൻ പറയട്ടെ, കുഴപ്പമില്ലല്ലോ. നിന്റെ ഭാര്യയോട് അല്ല, നിന്റെ ഇണയോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. കേട്ടോളി, ചെരുപ്പൊന്നും എറിഞ്ഞളയല്ലേ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഹക്കായതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും. നിന്റെ ഇണകളോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ വീട്ടിലാക്കിയിട്ട് നീ പള്ളിയിൽ ഏറ്റിക്കാതിരുന്ന അവൾ ആരോടെങ്കിലും കൂടെ പോവും. അതുകൊണ്ട് നിന്റെ ഭാര്യയോട് നിന്റെ കടമയുണ്ട്. ഭാര്യയെ, നിന്റെ ഭർത്താവിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. ഓൺലൈൻ ഇബാദത്തെന്നും പറഞ്ഞ് ടിവിയും തുറന്നു വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. നിന്റെ ഭർത്താവിന് നീ ചെയ്തു കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞ ചെരിപ്പൊരി അറിയില്ലെന്ന് പറഞ്ഞു. ഓൺലൈൻ ഇബാദത്തൊക്കെ എടുത്തോളി, ഓൺലൈൻ സദസ്സുകളിൽ പങ്കെടുത്തോളി. നമുക്ക് ചിലർ പറയും അസൂയ കൊണ്ടാ. എന്തിനാ അസൂയ? അവരവരാൽ കഴിയുന്ന ദീനീ ദഅവത്ത് നടത്തിക്കോട്ടെ, അതിലൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ പല ഭർത്താക്കന്മാരും പറയുന്നു, ഞാൻ വരുന്നതും അവൾ അറിയില്ല, ഞാൻ പോകുന്നതും അവൾ അറിയില്ല, ഞാൻ കഴിക്കുന്നതും അവൾ അറിയില്ല. അവളുടെ കയ്യില് ഒരു കയ്യില് വെള്ളവും ഒരു കയ്യില് തസ്ബീഹ്, ഇതിൽ ഊതല് ചൊല്ലല്. എന്റെ വാക്കല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാ. ആകാം, കടമകളൊക്കെ നിർവഹിച്ചിട്ട് നിങ്ങൾക്കാകാം. ഒരു കണക്കിന് അൽഹംദുലില്ലാഹ് സീരിയലുകൾ അവസാനിച്ചു. സീരിയലുകൾക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നു. ഇന്ന് മുസ്ലിം പെണ്ണുങ്ങൾ സീരിയൽ കാണാതെയായി. അവരൊക്കെ അൽഹംദുലില്ലാഹ് ഓൺലൈൻ ഇബാദത്തിലായി. അത് ഒരു കാര്യം അൽഹംദുലില്ലാഹ് നല്ലത് തന്നെയാണ്, അതിലാരും തർക്കം പറയുന്നില്ല. പക്ഷേ ബാധ്യതകൾ നമ്മൾ മറക്കാതിരിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദാവൂദ് നബിയുടെ നോമ്പ് പിടിക്കണേ അബ്ദുല്ലാഹി ഇബ്നു അംർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നോമ്പ് പിടിക്കണം. അഫ്തിർ, നീ നോമ്പ് മുറിക്കണം. വഖും, നീ നിസ്കരിക്കണം. വനം, നീ ഉറങ്ങണം. ഖും വനം വസും വഅഫ്തിർ, നീ നിസ്കരിക്കണം, ഉറങ്ങണം, നോമ്പ് പിടിക്കണം, മുറിക്കണം. ഞാനും അങ്ങനെയാണ്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു, ദീൻ എത്ര എളുപ്പമാണ്. നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, വേണ്ട മോനെ നീ ഇരുന്ന് നിസ്കരിക്കടോ. ഇരുന്ന് നിസ്കരിക്കാനും പറ്റുന്നില്ല പടച്ചോനെ, എന്നാ കിടക്കടോ. കിടക്കാനും പറ്റുന്നില്ല, വേണ്ട, നിന്റെ കണ്ണുകൾ കൊണ്ട് നിസ്കരിക്ക്. കണ്ണുകൊണ്ട് നീ നിസ്കരിക്ക്. അതിനും പറ്റുന്നില്ല, വേണ്ട, നിന്റെ മസ്തിഷ്കത്തിൽ നീ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുവാ. എത്ര സിമ്പിളാണ് ഇസ്ലാം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ എല്ലാ ഇബാദത്തും വിശദീകരിക്കാൻ നിന്നാൽ എന്റെ ട്രെയിൻ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും ഭാരമല്ല, ആർക്കും ഭാരമല്ല. അള്ളാഹുവേ, എന്റെ യാത്ര വളരെ ദീർഘമാണ്,
എനിക്കെങ്ങനെയാണ് 4 റക്അത്ത് നിസ്കരിക്കാൻ സമയമില്ല, വണ്ടി നിർത്തുന്നത് 1 മിനിറ്റ് 2 മിനിറ്റുമാണ്. അള്ളാഹ് പറഞ്ഞു വിഷമിക്കണ്ട, അന്ത ഖുസുറു, നീ ഖസ്റാക്ക്, 4 രണ്ടാക്കിക്കോ, പ്രശ്നമില്ല. അപ്പൊ ചോദിക്കുക, സുബഹി എന്തെങ്കിലും വകുപ്പുണ്ടോ ഉസ്താദെ, ജമ്മാക്കാനോ ഖസ്റാക്കാനോ എന്ന്? സുബഹി അത് എന്നാലും പറ്റില്ല പടച്ചോനെ, 2 ആക്കിയാൽ തന്നെ ഞാൻ ഏതെങ്കിലും 1 സമയത്ത് യാത്രയിലായിരിക്കും. വിഷമിക്കണ്ട, അത് നേരത്തെ നിസ്കരിച്ചിട്ട് പൊയ്ക്കോ. നിസ്കാരത്തിന്റെ ഷർത്ത് എന്താ? സമയമായെന്നറിയുക. സമയമാകാതെ നിസ്കാരം ശരിയാവൂല. പക്ഷെ ഇവിടെ അള്ളാഹ് പറയുന്നു, നിനക്ക് അങ്ങനെ ഒരു യാത്ര ഉണ്ടെങ്കിൽ നീ വിഷമിക്കണ്ട, നേരത്തെ നിസ്കരിച്ചിട്ട് പൊയ്ക്കോ. അതിന് പറയുന്ന ജംഅ. ഇത്രയും ഇസ്ലാം സിമ്പിളാണ്. ആർക്കാ ബുദ്ധിമുട്ട്? ഇസ്ലാം. മുസ്ലിം പെണ്ണ് പറയുന്നു, എനിക്ക് തലമറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. നീ തലമറയ്ക്കാൻ എന്തിന് ബുദ്ധിമുട്ടണം? ഹിന്ദു സഹോദരിമാരെ നോക്ക്, ക്രിസ്ത്യാനികളെ നോക്ക്, അവർ നട്ടുച്ച നേരത്ത് തലയുടെ ഉച്ചിയിൽ വെയിലടിക്കാതിരിക്കാൻ സാരി തുമ്പെടുത്ത് തലയിലിട്ട് നടക്കുന്നു. നിന്നോട് അള്ളാഹ് പറഞ്ഞു, ഒരു വെയിലടിക്കുമ്പോഴല്ല, നീ എപ്പോഴും അത് മറച്ചു നടക്ക് എന്ന് പഠിപ്പിച്ചു. വളരെ സിമ്പിളാണ് ഇസ്ലാം. തറാവീഹ് 20 ഏറ്റവും വലിയ നിസ്കാരമാണല്ലോ തറാവീഹ് നിസ്കാരം. തറാവീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്രമിക്കുള്ള നിസ്കാരം എന്നാണ്. ഈ 2 റക്അത്ത് കഴിയുമ്പോ നെക്സ്റ്റ് വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം. അല്ലാതെ ഈ നോൺ സ്റ്റോപ്പായിട്ട് 20 അടിച്ചങ്ങോട്ട് ഫതഹാക്കിയിട്ട് പെട്ടെന്ന് പോകാന്നുള്ള ധാരണയിൽ അങ്ങോട്ട് നിസ്കരിക്കലല്ല. 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്തോ ദിക്റോ എന്തെങ്കിലുമൊക്കെ നാട്ടു നടപ്പൊരു ബക്കറ്റുണ്ടോ ഇല്ലേ? അങ്ങോട്ട് പോയില്ല, കഴിഞ്ഞോ? അപ്പൊ ആ രീതിയിൽ എന്ത് വേണം? നിസ്കാരം നമ്മൾ തറാവീഹ് വിശ്രമത്തിന്റെ നിസ്കാരമാണ്. അള്ളാഹു എല്ലാം സിമ്പിളാക്കി. ഞാൻ ചുരുക്കി പറയട്ടെ, അതുകൊണ്ട് ആരാധനകൾ പോലും, ദുആ മാത്രമല്ല, ആരാധനകൾ പോലും നമുക്ക് അള്ളാഹു വെച്ചിരിക്കുന്നത് വളരെ ഭാരമായിട്ടല്ല, മിതത്വമായിട്ടാ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പിന്നിൽ നിസ്കരിച്ച മഹാനായ ജാബിർ എന്ന സഹാബി പറഞ്ഞതെന്തെന്നറിയോ? കാനത്ത് സ്വലാത്തുഹു ഖസ്ദാ വ ഖുതുബത്തുഹു ഖസ്ദാ. റസൂലുള്ളാഹിന്റെ നിസ്കാരവും മിതത്വമാണ്, അവിടുത്തെ ഖുതുബയും മിതത്വമാണ്. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങളായാൽ ഇങ്ങേ അറ്റം ലുബ്ധ് പാടില്ല കേട്ടോ. അങ്ങേ അറ്റം ഉള്ളതെല്ലാം പടച്ചവന്റെ ദീനിന് കൊടുക്കലും വേണ്ട. അള്ളാഹ് പറയുന്നു, അതേ അധ്യായ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹ് പറയുകയാണ്, വലാ തജ്അലി യദക മഗ്ലൂലതൻ ഇലാ ഉനുകിക, നിന്റെ പെടലിയിൽ നിന്റെ കൈകളെ കെട്ടിവെക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇസ്തിലാഹിയായ ഒരു പ്രയോഗമാണ്, സാങ്കേതികമായ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ നീ ലുബ്ബ് കാണിക്കല്ലേ. വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത്, ആളുകളുടെ മുമ്പിൽ നീ വിരിച്ചങ്ങിട്ട് കൊടുക്കല്ലേ. എന്ന് പറഞ്ഞാൽ മുഴുവനും നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുകയും വേണ്ട. ഫതഖഉദ മലൂമൻ മഹ്സൂറാ, അത് നിനക്ക് വല്ലാത്ത ഭാരമായി പോകുന്നു. സഹോദരങ്ങളെ, ഒരു സഹാബിയുടെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ധനാഢ്യനാ, നല്ല സമ്പന്നനാ. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അനദൂമാ, ഞാൻ നല്ല സമ്പന്നനാണ് നബിയേ. ലാ യരിസുനി ഇല്ല ഇംറഅത്തുൻ വാഹിദ, എനിക്കൊരു മോളെ ഉള്ളൂ, അറിയുമല്ലോ, എനിക്ക് അനന്തരാവകാശികളായി ഒരേ ഒരു മകളെ ഉള്ളൂ. എനിക്കാണെങ്കിലോ ധാരാളം സ്വത്തുമുണ്ട്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് അഫഅതസദ്ദഖു ബിതുൽസൈ മാലി, എന്റെ സമ്പത്തിന്റെ 2/3 ഞാൻ സദഖ കൊടുക്കട്ടെ നബിയേ, പള്ളിക്ക് കൊടുക്കട്ടെ റസൂലേ, ബൈത്തുൽ മാലിൽ ഞാൻ സമർപ്പിക്കട്ടെ നബിയേ, 2/3 ഭാഗവും ഞാൻ ദീനിന് കൊടുക്കട്ടെ. കാരണം എനിക്ക് ഇട്ടുമൂടാനുള്ള പണമുണ്ട്, എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, 2/3 കൊടുക്കല്ലേ സഅദേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പിന്നീട് വന്നിട്ട് ചോദിച്ചു, നബിയേ അഫതസദ്ദഖു ബിശത്രിഹി, ഞാൻ അതിന്റെ പകുതി കൊടുത്തോട്ടെ നബിയേ, എന്റെ സമ്പത്തിന്റെ നേരെ പകുതി ഞാൻ ബൈത്തുൽ മാലിന് കൊടുത്തിട്ട് ഒരു പകുതി എന്റെ മകൾക്ക്
ഞാൻ കൊടുത്തോളാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ, വേണ്ട വേണ്ട. പിന്നീട് ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു അഫാതസദ്ദഖൂ ബിസുലുസിഹി, നബിയെ ഞാൻ മൂന്നിലൊന്ന് കൊടുത്തോട്ടെ, ദീനിന് ബൈത്തുൽ മാലിന് ഞാൻ കൊടുത്തോട്ടെ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു അസ്സുലുസ്, എന്നാ നീ മൂന്നിലൊന്ന് കൊടുത്തോ. വസ്സുലുസു കസീർ, അത് കൂടുതൽ തന്നെയാണ്, അത് കൂടുതലാണ്, എന്നാലും പ്രശ്നമല്ല, കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ സഹോദരങ്ങളെ? ഇസ്ലാം ഇത്ര സിമ്പിൾ ആണോ? ഇസ്ലാം ഇത്ര ലഘുവാണോ? ഇസ്ലാം എത്ര രസകരമായ, ഇത്ര ലഘുവായ, ഇത്ര നോർമലായ, യുസ്റായ, ബുദ്ധിമുട്ടില്ലാത്ത, ഭാരമില്ലാത്ത ഇസ്ലാം ഇത്ര ഒരു വലിയ ഒരു ആദർശമാണെങ്കിൽ പോലും ഇത്ര വലിയ സിമ്പിൾ ആണോ എന്ന് ചിന്തിച്ചു പോവുകയാ. ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സഅദ് ബിൻ അബീ വഖാസ് തങ്ങളോട് പറയുന്നു, സഅദ് ബിൻ അബീ വഖാസേ ഇന്നക തദറ വറസതക അഗ്നിയാ, നീ മരിക്കുമ്പോ നിന്റെ അനന്തരാവകാശിയായ മകള് സമ്പന്നയായിരിക്കല്, കുടിക്കാൻ വെള്ളവും, കഴിക്കാൻ ഭക്ഷണവും, കിടക്കാൻ വീടും, ഉടുക്കാൻ തുണിയും, ആരെയും ആശ്രയിച്ച് ആരെയും ആശ്രയിക്കാതിരിക്കുന്ന ഒരവസ്ഥ നിന്റെ മകൾക്കുണ്ടാകല് ഖൈറുൻ, അതാണ് നിനക്ക് ഖൈറ്. ഏതിനേക്കാൾ? മിന്നൻ തദറഹും ആലതൻ യതകഫഫൂനന്നാസ്, കുടിക്കാനും ഉടുക്കാനും തിന്നാനും കിടക്കാനും വേണ്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടുന്നവരാക്കി അവരെ മാറ്റുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവരെ സമ്പൽ സമൃദ്ധിയിലാക്കിയിട്ട് പോകലാണ്. ആലോചിച്ചേ, നിങ്ങളുടെ മക്കൾ ആരുടെ മുമ്പിൽ യാചിക്കുന്ന ഒരവസ്ഥ ആകാത്ത അവർക്ക് നല്ലൊരു വീട്, ആ വീട്ടിലത്തേക്ക് വരുമാന മാർഗം, ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ മരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഏതിനേക്കാൾ? നിങ്ങൾ മൊത്തത്തിൽ ബൈത്തുൽ മാലിന് കൊടുത്തു, അല്ലെങ്കിൽ മൊത്തം പള്ളിക്ക് വേണ്ടി എഴുതി കൊടുത്തു. നിങ്ങളുടെ മക്കള് നിങ്ങളെ മരണശേഷം ഓരോ പള്ളിയുടെ മുറ്റത്ത് ഒന്ന് കൈനീട്ടി യാചിക്കാൻ. പാപ്പ ധർമ്മിട്ടനായിരുന്നു, അതുകൊണ്ട് അതല്ല ഖൈർ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വൈദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. എന്തെങ്കിലും ചെലവ് ചെയ്താൽ ഇങ്ങേറ്റവുമല്ല അങ്ങേയറ്റവുമല്ലാത്ത നിലയിൽ മിതത്വം, അല്ലെങ്കിൽ അതിൽ മധ്യമായ ആ ഒരു സമീപനം കൈക്കൊള്ളുന്നവർ, ഇത് വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങൾ അങ്ങേയറ്റവും ഇങ്ങേയറ്റവുമല്ല വേണ്ടത്, അതിന്റെ മധ്യമായ ഭാഗത്ത് മിതത്വമുള്ളവരായി നിങ്ങൾ മുന്നോട്ട് പോകണം. അതാണ് അല്ലാഹുവിന് ഇഷ്ടം, അതാണ് അല്ലാഹുവിന് താല്പര്യം, അതാണ് റസൂലിന്റെ സംസ്കാരം, മാതൃക. ഇനി അവസാനം ഞാൻ ഒന്നുകൂടി പറയാൻ, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ ചലനം, നമ്മുടെ നിശ്ചലനം, നമ്മൾ എങ്ങനെ നടക്കേണ്ടത്? ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ലുഖ്മാൻ, നീ നടക്കുമ്പോ ഭൂമി കൊത്തി പിളർക്കുമാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് നീ നടക്കരുത്. ചില ആളുകൾ നടക്കുന്നത് ഭൂമി അങ്ങോട്ട് പിളർത്തി കളയോ എന്നുള്ള തോന്നലാണ്, അല്ലേ? എന്നാൽ ഇങ്ങേയറ്റം ഇങ്ങനെ പതുക്കെ ആരും അറിയാതെ ഇങ്ങനെ നടന്നു പോയ ആൾക്കാർ വിചാരിക്കും മോട്ടിക്കാൻ പോകുന്ന വിചാരിക്കും, അല്ലേ? പതുക്കെ പതുക്കെ ഇങ്ങനെ രാത്രി പോവുക, അല്ലെങ്കിൽ പകല് ഇങ്ങനെ പതുക്കെ കാൽ ആരും അങ്ങനെ വേണ്ട. എന്നാ ചവിട്ടി അരച്ച് ഭൂമിയെ കുത്തി പിളർക്കുമാർ നടക്കണ്ട. അല്ലാഹ് പറഞ്ഞത് എന്താ? നിന്റെ നടത്തത്തിലും മിതത്വം പാലിക്ക്, നിന്റെ നടത്തത്തിലും മിതത്വം പാലിക്ക്. നിന്റെ ശബ്ദത്തിൽ നീ മിതത്വം പാലിക്കും. അത്യുച്ചത്തിൽ കിടന്ന് വിളിക്കണ്ട, തീരെ പതുക്കെ വേണ്ട. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ നീ ശബ്ദത്തിലും നടത്തത്തിലും മിതത്വം പാലിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അപ്പൊ ഏത് കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ A to Z എല്ലാ പ്രവർത്തനങ്ങളിലും, അനക്കമടക്കങ്ങളിൽ, നമ്മുടെ എല്ലാ ഗതിവിഗതികളിൽ, നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ വാക്ക് പ്രവൃത്തികളിൽ, നോട്ടം ചിന്തകളിൽ അല്ലാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, മധ്യമമായ
മിതത്വമുള്ള രീതിയാണ്. അള്ളാഹു ആ ഒരു രീതി അവലംബിക്കാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ പടച്ച തമ്പുരാന്റെ അനുഗ്രഹീതമായ സ്വർഗം 2 കൈകൾ കൊണ്ട് വാങ്ങുന്ന ഏറ്റവും വലിയ ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.